രാഷ്ട്രീയ ചോദ്യങ്ങൾ നമുക്കൊന്ന് അവസാനിപ്പിച്ചു പോകേണ്ടതുണ്ട്. അങ്ങ് മെയ് 6-ാം തീയതി മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഉന്നാൽ മുടിയാതെ തമ്പി എന്നാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയെയും മകളെയും അഴിക്കുള്ളിലാക്കാൻ നടന്ന യുവാവിൻ്റെ കോട്ടും സ്യൂട്ടും വാടകയ്ക്ക് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി താങ്കൾ ഇട്ടിട്ടുണ്ട് മെയ് 6-ാം തീയതി. ഏകദേശം 180 ദിവസം കഴിയുമ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കണക്കാക്കിയിരുന്ന ഇടത്തു നിന്നും മുഖ്യമന്ത്രി ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന, കേസന്വേഷണത്തിൽ പോലും പാർട്ടിയുടെ നയത്തെ ബലി കൊടുത്ത് RSSുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ADGPയെ സംരക്ഷിക്കുന്ന ഒരാളായി തീർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഈ മുഹമ്മദ് റിയാസിനെ അങ്ങ് പിടിക്കുമ്പോൾ അങ്ങയുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുടുംബത്തിനു വേണ്ടി മുഖ്യമന്ത്രി പാർട്ടി നയങ്ങളെയും പാർട്ടിയിലെ ജനാധിപത്യത്തെയും അട്ടിമറിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം അങ്ങ് കൊടുക്കുന്നുണ്ട്. നേരത്തെ ADGPയും P. ശശിയും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പട്ടികയിലേക്ക് മുഹമ്മദ് റിയാസ് കൂടി വരുന്നുണ്ടോ ശ്രീ PV അൻവർ? ഇതൊക്കെ ജനങ്ങൾ പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിക്ക് പരിശോധിക്കാൻ ഏതായാലും കഴിയില്ല. പാർട്ടി സഖാക്കൾ പരിശോധിക്കട്ടെ. ഇതൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണല്ലോ. സെൽഫായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിങ് നടത്താമല്ലോ ഓരോരുത്തർക്കും. ഞാനൊക്കെ അത് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. പൊതുസമൂഹത്തിൻ്റെയും പാർട്ടിയുടെ സാധാരണ സഖാക്കളുടെയും കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അതങ്ങനെ പോട്ടെ. അല്ല, പക്ഷെ അപ്പോഴും നിങ്ങൾ രാഷ്ട്രീയ ചർച്ച അവിടെ നിൽക്കട്ടെ. പിണറായി വിജയനെ കണക്കാക്കിയിരുന്ന PV അൻവറിന് ആ പിതൃതുല്യ ഭാവം നഷ്ടപ്പെട്ടത് ഏതു ഘട്ടത്തിലാണ്? അല്ല, ഒരു പിതാവിന്റെ പണിയല്ലല്ലോ ഒരു മകനെ കള്ളനാണ് ആക്കിയത്. അല്ലെങ്കിൽ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ നാട്ടില് രാജ്യദ്രോഹ കുറ്റം നടത്താൻ നേതൃത്വം നൽകുന്നവനായി ആ മകനെയായിട്ടാണ് ചിത്രീകരിച്ചത്. മനസ്സിലായോ? അപ്പം എന്നെ രാഷ്ട്രീയമായി തള്ളി പറഞ്ഞ എനിക്കൊരു പ്രശ്നമില്ല. അൻവർ കോൺഗ്രസിൽ നിന്ന് വന്നാണ്. അൻവർ പറഞ്ഞത് ശരിയായില്ല, ആ രീതി ശരിയല്ല, എല്ലാം ഐ വിൽ അഗ്രി, ഒന്നും പ്രശ്നമില്ല. അതിലപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞു. 5 മിനിറ്റ് അദ്ദേഹം ഇരുന്നെന്ന് പറഞ്ഞു. ഞാനന്ന് തള്ളി പറഞ്ഞോ? ഒന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഞാനതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ മൊത്തം ഒരു കള്ളക്കടത്ത് കേസിൻ്റെ പിന്നിൽ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ ഞാൻ പുറത്തേക്ക് ഇട്ടപ്പോൾ ആ പറഞ്ഞ് എന്നെ കള്ളനാക്കാൻ അദ്ദേഹം പരിശ്രമം നടത്തിയാൽ അതിന് ഞാൻ നേരിടൂലേ? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ ബഹുമാനപൂർവ്വം ഇപ്പോഴും പറയുന്നു, 188ഓളം കേസുകളാണ് പോലീസ് 102 CRPC പ്രകാരം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഹൈക്കോടതിയിൽ അന്വേഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? പാർട്ടി ആ നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പുറത്തു വരട്ടെ. PV അൻവർ പറഞ്ഞതാണോ ശരി, അതല്ല ഈ പോലീസുകാർ എഴുതി കൊടുത്ത മുഖ്യമന്ത്രി വായിച്ച വാറോലയാണോ ശരി എന്നുള്ളത് കേരളത്തിലെ ജനമറിയട്ടെ. തയ്യാറുണ്ടോ? അങ്ങനെ ആ രീതിയിൽ നീതി നടപ്പാക്കാൻ പാർട്ടി തയ്യാറാവുമോ? ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അല്ലാതെ ഞാനിനി എന്ത് പറയാനാ? ഇതിലപ്പുറം ഇനി എന്ത് പറയാനാ? ഈ 188 ആളെയും ഞാൻ കൊണ്ടുവന്ന് ഈ ടെലിവിഷന് മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ അത് കുറ്റായി. ഒരു അന്വേഷണം നടത്തിയാൽ അത് കുറ്റായി. ഇത് തെളിവ് അന്വേഷിച്ച് പോയാൽ ഞാൻ അവരുടെ കൂട്ടുകെട്ട് ഗൂഢാലോചനയായി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ണി? എന്ത് ചെയ്യാൻ പറ്റും? പരിചയമുള്ള ഒരാളാണ് പിണറായി വിജയൻ. അതും അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വലിയ തീക്കനലുകളുടെ മുകളിലൂടെ വന്നു എന്ന് താങ്കൾ തന്നെ ആരാധിച്ചിരുന്ന, താങ്കൾ തന്നെ സ്നേഹിച്ചിരുന്ന പിണറായി വിജയൻ. ആ പിണറായി വിജയന് ഈ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് താങ്കൾ ആരോപിക്കുന്ന ഈ വലിയ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിൻ്റെ നീക്കങ്ങൾ അറിയാൻ ശേഷിയില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് താങ്കൾ പറഞ്ഞ ഈ ഗുരുതരമായ 188 സ്വർണ്ണക്കടത്തുകളടക്കം, വലിയ കൊലപാതകങ്ങളടക്കം, എടവണ്ണയിലെയും മാമിയുടെയും തിരോധാനമടക്കമുള്ള കേസുകളടക്കം, ഈ വിഷയങ്ങളൊന്നും അന്വേഷിക്കാനും പഠിക്കാനും അറിയാനുമുള്ള ഒരു ശേഷി അങ്ങ് തീക്കനലിലൂടെ വന്ന ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് അങ്ങ് പലതവണ പോസ്റ്റിട്ട പിണറായി വിജയന് നഷ്ടപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ല, പിണറായി വിജയൻ തൻ്റെ മരുമകൻ്റേതടക്കമുള്ള ഒരു കോക്കസിൻ്റെ ഭാഗമായി ഇതറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്? ഇതൊക്കെ വളരെ കൃത്യമല്ലേ. ഇനി ഇതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റും ഡോക്ടറെ? നിങ്ങളെ തന്നെ പറയാം. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. ഇതിലപ്പുറം ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, മാമി കേസ് എന്താ? മാമി കേസിൽ സംഭവിച്ചത്? ഈ പറയുന്ന അജിത് കുമാർ ആ കേസ് അട്ടിമറിക്കാൻ പരിശ്രമം നടത്തുന്നു. കേസ് 11 മാസമായിട്ട് എവിടെ എത്തുന്നില്ല. ഈ കഴിഞ്ഞ ജൂൺ മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് മുഖ്യമന്ത്രിയെ ഈ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും കാണുന്നു, കാര്യങ്ങൾ വിവരിക്കുന്നു. മുഖ്യമന്ത്രി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഓർഡർ ഇടുന്നു.
പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുന്നു. കുടുംബം തിരിച്ചു വരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറയുന്നു. കുടുംബം തിരിച്ചു വന്ന് 5 ദിവസം കഴിഞ്ഞ് ജൂൺ 14-നോ 15-നോ ഓർഡർ വരുന്നു. ആരുടെ? ADGP അജിത് കുമാറിൻ്റെ. എന്താണ് ഓർഡർ? സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അല്ല അന്വേഷിക്കുന്നത്. അദ്ദേഹം ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കി. കോഴിക്കോടത്തെ കേസ് അന്വേഷിക്കുന്ന മലപ്പുറത്തെ SP മുമ്പ് ഈ കേസ് അന്വേഷിച്ച് അട്ടിമറിച്ചവരാണ് മുഴുവൻ. പേരും 2-3 ആളുകളെ ചേർക്കുന്നു. എന്താ കാരണം? ആ കുടുംബം അവരുമായി സഹകരിച്ച അന്വേഷണത്തിൽ ഞാൻ ഈ വിഷയവുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ പരാതി പറയുന്നു, പരാതി എഴുതി കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി SITയുടെ കീഴിൽ ക്രൈംബ്രാഞ്ചിനെ തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് IG പ്രകാശാണ് കോഴിക്കോട്. അദ്ദേഹത്തിന് കീഴിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. ആ അന്വേഷണത്തിൻ്റെ പിറ്റേ ദിവസം പ്രകാശിനെ ഹരിയാനയിലേക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലേക്ക് അയക്കുന്നു. കേരളത്തിൽ വേറെ പോലീസ് IPS ഓഫീസർമാരില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ മലപ്പുറം SP ആയിരുന്ന ക്രൈംബ്രാഞ്ച് SP വിക്രമ കേസന്വേഷണം ആരംഭിക്കുന്നു. 3 ദിവസം കേസ് അന്വേഷിക്കുന്നു. ഈ കുടുംബവും ഈ പറയുന്ന ആക്ഷൻ കൗൺസിലും അവർ സംതൃപ്തരാകുന്നു. കുടുംബം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പറയാൻ ശ്രമിച്ച പലതുമെന്ന് പോലീസ് എഴുതിയെടുത്തിട്ടില്ല. ഇദ്ദേഹം സത്യസന്ധമായാണ് കാര്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിലെന്തെങ്കിലും ഒരു സത്യം പുറത്തു വരുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അൻവർ സാറേ എന്ന് പറഞ്ഞതാണ്. 3-ാമത്തെ ദിവസം ഈ ക്രൈംബ്രാഞ്ച് SP വിക്രമിനെ തട്ടുന്നത് വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സിവിൽ സപ്ലൈസിലേക്കോ എക്സൈസിലേക്കോ. എന്താ സ്ഥിതി? ആ കുടുംബം കത്ത് കൊടുക്കുന്നു, ഞാനും കത്ത് കൊടുക്കുന്നു, അവിടുത്തെ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു, LDF കൺവീനർക്ക് ഈ കുടുംബം കത്ത് കൊടുക്കുന്നു. എന്താണ് കത്ത്? ഈ വിക്രം തന്നെ SP തന്നെ ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. ഇന്നലെ ഹൈക്കോടതിയിൽ ആ കുടുംബം പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്തിന്? വിക്രമിനെ കിട്ടാൻ വേണ്ടി.